ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ രണ്ടാമത്തെ പാഠം അസ്സിറാത്തുൽ മുസ്തഖീം. അസ്സിറാത്തുൽ മുസ്തഖീം എന്നതിൻ്റെ അർത്ഥം നേരായ മാർഗം. നമുക്ക് പാഠം നോക്കാം. 5 വക്ത് നിസ്കാരങ്ങളിലായി നിത്യവും 17 പ്രാവശ്യം നിർബന്ധമായി നാം നടത്തുന്ന ഒരു ദുആ ഉണ്ടല്ലോ, അത് ഏതാണെന്ന് അറിയാമോ? അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നത്. 5 വക്ത് നിസ്കാരങ്ങളിലായി നിത്യവും 17 പ്രാവശ്യം, 17 റക്അത്താണ്. 5 വക്ത് നിസ്കാരങ്ങൾ ഒരു ദിവസം 17 റക്അത്താണ്. 17 റക്അത്തിൽ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതാറുണ്ട്. ആ ഫാത്തിഹയിലെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് സാരം. ആ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നതിൻ്റെ അർത്ഥം നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. ഏതാകുന്നു ഈ മാർഗം? ഇത് നമ്മൾ 17 പ്രാവശ്യം ദുആ ചെയ്യാറുണ്ട്. എന്നാൽ ആ നേരായ മാർഗം ഏതാകുന്നു? ഫാത്തിഹയിൽ തന്നെ അതിൻ്റെ ലഘു വിശദീകരണമുണ്ട്. നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്, നീ കോപിച്ചവരുടെയോ വഴി പിഴച്ചവരുടെയോ വഴിയല്ല. നേരായ മാർഗം നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ് നേരായ മാർഗം. കോപിച്ചവരുടെയോ വഴി പിഴച്ചവരുടെയോ വഴിയല്ല. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? സൂറത്തുൻ നിസാഇൽ അള്ളാഹു വിശദീകരിക്കുന്നു: നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. അള്ളാഹു അനുഗ്രഹിച്ചവർ ആരാണ്? നിസാ സൂറത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ആരൊക്കെയാണ് അള്ളാഹു തആല അനുഗ്രഹിച്ചവർ. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. ഇനി നമുക്ക് നബിമാർ, അവരെ കുറിച്ച് പഠിക്കാം. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. വഹി മുഖേന ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് നബിമാർ. പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. നബിമാർ പഠിച്ചു. ഇനി സിദ്ദീഖുകൾ. പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. ഇനി ശുഹദാക്കൾ. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. സത്യവിശ്വാസത്തിന് വേണ്ടി അവരുടെ ജീവൻ തന്നെ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. ഇവരുടെ പാതയാണ് നേരായ പാത. ഇവരുടെ മാർഗമാണ് നേരായ മാർഗം. ബാക്കി നോക്കാം. തന്നെ അറിയാൻ, ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു. അള്ളാഹുവിനെ അറിയാൻ വേണ്ടി പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു. എന്നാൽ ഒരു വിശ്വാസിക്ക് സിറാത്തുൽ മുസ്തഖീം കൃത്യമായി മനസ്സിലാക്കാൻ മുകളിൽ പറഞ്ഞ മഹത്തുക്കളോട് ചേർന്നു നിൽക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. ഒരു വിശ്വാസിക്ക് സിറാത്തുൽ മുസ്തഖീം, നേരായ പാത, നേരായ മാർഗത്തിലേക്ക് കൃത്യമായി മനസ്സിലാക്കാൻ, നേരായ പാത ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ മുകളിൽ പറഞ്ഞ മഹത്തുക്കളോട്, നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ, ഈ മഹത്തുക്കളോട് ചേർന്നു നിൽക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത്.
ഈ മഹത്തുക്കളാണ് അള്ളാഹുവിന്റെ ദീൻ സമൂഹത്തെ പഠിപ്പിച്ചത്. ഉറച്ച ഈമാനോടെ ആത്മാർത്ഥമായി ഇൽമിലും ഇബാദത്തിലും മുഴുകി ജീവിച്ച ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമകളാണവർ. ഉറച്ച ഈമാനോടെ ആത്മാർത്ഥമായി ഇൽമിലും ഇബാദത്തിലും മുഴുകി ജീവിച്ച ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമകളാണ് അവർ. ആര്? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. സിറാത്തുൽ മുസ്തഖീമിന് എതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്ത്? സിറാത്തുൽ മുസ്തഖീമിനെതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും. സിറാത്തുൽ മുസ്തഖീം എന്നാൽ നേരായ പാത. അള്ളാഹുവിന്റെ മഹത്തുക്കളോട് ചേർന്നു നിൽക്കുന്ന ആ നേരായ ആ പാതയ്ക്ക് എതിരായി പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചുകൊണ്ട് പറഞ്ഞു. നബി തങ്ങൾ സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ, ഒരു വര വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം. ആ വര വരച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം. ശേഷം ആ വരയുടെ ഇരുവശത്തായി ഒരുപാട് വരകൾ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം പല വഴികളാണ്. ഈ വഴികളിലെല്ലാം തൻ്റെ പക്ഷത്തേക്ക് ക്ഷണിക്കുന്ന പിശാച് നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ ഒരു നേർരേഖ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം. ആ നേർരേഖയുടെ ഇരുവശത്തുമായി ഒരുപാട് വരകൾ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം പല വഴികളാണ്. ഈ വഴികളിലെല്ലാം തൻ്റെ പക്ഷത്തേക്ക് ക്ഷണിക്കുന്ന പിശാച് നിൽക്കുന്നുണ്ട്. സ്വഹാബികളിൽ കൂടി ഇസ്ലാം എത്തിയ കേരളത്തിലും അള്ളാഹു അനുഗ്രഹിച്ചവർ കൈമാറിയ നേർമാർഗത്തിന്റെ തുടർച്ച കാണാം. ഇസ്ലാം കേരളത്തിലേക്ക് എത്തിയത് സ്വഹാബികളിൽ കൂടിയാണ്. അള്ളാഹു അനുഗ്രഹിച്ചവർ കൈമാറിയ നേർമാർഗത്തിന്റെ തുടർച്ച കേരളത്തിലും കാണാം. സാദാത്തുമാരും മഖ്ദൂമുമാരും മറ്റും ഇതിന് നേതൃത്വം നൽകി. ഇസ്ലാം സ്വഹാബികളിൽ കൂടി കേരളത്തിലെത്തി. സാദാത്തുമാരും മഖ്ദൂമുമാരും ഇതിന് നേതൃത്വം നൽകി. ജീവിതം കൊണ്ട് മാതൃക കാണിച്ച ഈ മഹാന്മാരുടെ പിൻഗാമികളാണ് 20-ാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചു. ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മഹാന്മാരുടെ പിൻഗാമികളാണ് 20-ാം നൂറ്റാണ്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചത്. എന്തിനു വേണ്ടി? സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ. സിറാത്തുൽ മുസ്തഖീം അഥവാ നേരായ മാർഗം, ജനങ്ങളെ പഠിപ്പിക്കാൻ. സമസ്തയുടെ പണ്ഡിതന്മാർ മുൻഗാമികളെ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും നേരായ മാർഗവും പുതിയ തലമുറകൾക്ക് കാണിച്ചു കൊടുത്തു. ആര്? സമസ്തയുടെ പണ്ഡിതന്മാർ. ആരെ പോലെ? മുൻഗാമികളെ പോലെ തന്നെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു. അവരുടെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവരുടെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. തദ്രീബാത്ത്. നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. 1. ഉത്തരം പറയാം. 1. നിത്യവും ദുആ ചെയ്യൽ വാജിബായ ദുആ ഏത്? നിത്യവും 5 വക്ത് നമസ്കാരങ്ങളിലായി 17 പ്രാവശ്യം ദുആ ചെയ്യൽ നമുക്ക് വാജിബായ ദുആ ഏതാണ്? അതിൻ്റെ ഉത്തരം
ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതിൻ്റെ ഉത്തരം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. 2. സിറാത്തുൽ മുസ്തഖീം ഏതാകുന്നു? സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗം ഏതാകുന്നു? അതിൻ്റെ ഉത്തരം അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അള്ളാഹു കോപിച്ചവരുടെയോ വഴി പിഴച്ചവരുടെയോ വഴിയല്ല. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അള്ളാഹു കോപിച്ചവരുടെയോ വഴി പിഴച്ചവരുടെയോ വഴിയല്ല. 3. സിദ്ദീഖുകൾ ആരാകുന്നു? സിദ്ദീഖുകൾ ആരാകുന്നു? അതിൻ്റെ ഉത്തരം പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. 4. ശുഹദാ ആരാകുന്നു? 4. ശുഹദാ ആരാകുന്നു? അതിൻ്റെ ഉത്തരം സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. 5. സ്വാലിഹുകൾ ആരാകുന്നു? സ്വാലിഹുകൾ ആരാകുന്നു? ഉത്തരം കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. ഉത്തരം കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. 6. അള്ളാഹുവിനെ അറിയാൻ എന്തു വേണം? അള്ളാഹുവിനെ അറിയാൻ എന്തു വേണം? അതിൻ്റെ ഉത്തരം അള്ളാഹുവിനെ അറിയാൻ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഉത്തരം അള്ളാഹുവിനെ അറിയാൻ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു. 7. സിറാത്തുൽ മുസ്തഖീം മനസ്സിലാക്കാൻ എന്തു വേണം? സിറാത്തുൽ മുസ്തഖീം മനസ്സിലാക്കാൻ എന്തു വേണം? അതിൻ്റെ ഉത്തരം സിറാത്തുൽ മുസ്തഖീം കൃത്യമായി മനസ്സിലാക്കാൻ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ ഇവരോട് ചേർന്നു നിൽക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. അതിൻ്റെ ഉത്തരം സിറാത്തുൽ മുസ്തഖീം കൃത്യമായി മനസ്സിലാക്കാൻ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ ഇവരോട് ചേർന്ന് നിൽക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി എന്ത്? ഉത്തരം സിറാത്തുൽ മുസ്തഖീമിനെതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്ന് അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകി. അതിൻ്റെ ഉത്തരം സിറാത്തുൽ മുസ്തഖീമിനെതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാത്തുൽ മുസ്തഖീം കാണിച്ചു കൊടുത്തു എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാത്തുൽ മുസ്തഖീം കാണിച്ചു കൊടുത്തു എങ്ങനെ? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം. 10. കേരളത്തിൽ ഇസ്ലാം എത്തി ആരിൽ കൂടി? കേരളത്തിൽ ഇസ്ലാം എത്തി ആരിൽ കൂടി? അതിൻ്റെ ഉത്തരം സ്വഹാബികളിൽ കൂടി. അതിൻ്റെ ഉത്തരം സ്വഹാബികളിൽ കൂടി. 11. സമസ്തയുടെ ഉലമാക്കൾ എന്തു ചെയ്തു? സമസ്തയുടെ ഉലമാക്കൾ എന്തു ചെയ്തു? ഉത്തരം സമസ്തയുടെ പണ്ഡിതന്മാർ മുൻഗാമികളെപ്പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ
യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു? അതിൻ്റെ ഉത്തരം, സമസ്തയുടെ പണ്ഡിതന്മാർ മുൻഗാമികളെ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു. വ്യക്തമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മുന്നറിയിപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മുന്നറിയിപ്പ്. അതിൻ്റെ ഉത്തരം, സിറാത്തുൽ മുസ്തഖീമിനെതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം, സിറാത്തുൽ മുസ്തഖീമിനെതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 7ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.